ശനിയാഴ്ച പോയ പ്രശാന്ത് സൺഡേ ആണ് തിരിച്ചു വന്നത്. അതൊരു ഷോർട്ട് ഗ്യാപ്പാണെങ്കിലും ആ കണ്ടുമുട്ടൽ ഞങ്ങൾക്ക് പ്രിയപ്പെട്ടതാണ്. ഇങ്ങനത്തെ ഷോർട്ട് ഗ്യാപ്പ് കഴിഞ്ഞ് പ്രശാന്ത് തിരിച്ചു വരുമ്പോൾ ഞാൻ എന്തെങ്കിലും കുഞ്ഞു ഗിഫ്റ്റ് ഞങ്ങളുടെ റൂമിൽ കരുതി വെക്കും. എന്നിട്ട് പ്രശാന്ത് ആണെങ്കിലും ഒരു ഓവർ എക്സൈറ്റ്മെൻ്റ് ഒക്കെ കാണിച്ച് എന്നെ അങ്ങ് സന്തോഷിപ്പിക്കും. ഒരു ഉച്ചയുറക്കമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വൈകുന്നേരം പുറത്തോട്ട് പോയി. ഓരോ ഏജിലും നമുക്ക് ഓരോ ഇൻട്രസ്റ്റ് ആയിരിക്കുമെന്ന് പറയുന്നത് ശരിയാണെന്ന് തോന്നുന്നു. ഈ പ്ലാന്റ്സും ഗാർഡനിങ്ങും ഒന്നും ഞങ്ങളുടെ രണ്ടുപേരുടെയും ഇൻട്രസ്റ്റ് ആയിരുന്നില്ല. ഇപ്പോൾ ഇൻഡോർ പ്ലാന്റ്സിനോട് ഒരുപോലെ ഇഷ്ടം ഞങ്ങൾക്കുണ്ട്. ഞാൻ 2 സെറാമിക് പോട്ടും പ്രശാന്ത് നല്ല 2 ലക്കി ബാംബൂസും സെലക്ട് ചെയ്തു. പ്രശാന്തിൻ്റെ സെലക്ഷൻ പണ്ടേ സൂപ്പറായിരുന്നല്ലോ എന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങനത്തെ റിസ്കി സെലക്ഷൻസൊക്കെ പ്രശാന്തിനെ ഏൽപ്പിക്കും. ഇന്നല്ലേ ഇന്ത്യ പാകിസ്ഥാൻ മാച്ച്. പ്രശാന്തന് 7 മണിക്ക് വീട്ടിലെത്തണം, അത് നിർബന്ധമാണ്. എനിക്കാണെങ്കിൽ നല്ലൊരു കോഫിയും കുടിക്കണം. സമയം നോക്കിയപ്പോൾ 6:40. ഒരു കോഫി കുടിക്കാൻ 20 മിനിറ്റ് ധാരാളമാണെന്ന് പ്രശാന്തനെ കൺവിൻസ് ചെയ്ത് ഒരു കോഫി അങ്ങ് കുടിച്ചു. നല്ല കോഫിയും നല്ല സംസാരവുമായിരുന്നപ്പോൾ സമയം 6:55. പിന്നെ നേരെ വീട്ടിലേക്ക്. വന്നയുടൻ എൻ്റെ ഡ്യൂട്ടി ഈ ലക്കി ബാമ്പുവിന് വെള്ളമൊക്കെ ഒഴിച്ച് അതിനെ കറക്റ്റ് സ്ഥലത്ത് പ്ലേസ് ചെയ്യുകയായിരുന്നു. ലൈറ്റ്സും കൂടെ വന്നപ്പോൾ പെർഫെക്റ്റ്. ഞാൻ പറഞ്ഞിട്ടില്ലേ വീട്ടിലെല്ലാവരും ക്രിക്കറ്റ് ഫാൻസ് ആണെന്ന്. ഇവിടെ ചാച്ചൻ്റെ കൂടെ കൂടി മമ്മിയും ഇങ്ങനത്തെ മെയിൻ മാച്ചസൊക്കെ ഇരുന്ന് കാണും. നിശബ്ദതയും കയ്യടികളും ഡിസ്കഷൻസും ഒക്കെയാണ് ഇനിയുള്ള മണിക്കൂറുകളിൽ ഇവിടുത്തെ അവസ്ഥ. സോ ബൈ, സീ യു നെക്സ്റ്റ് ടൈം.